SSC റെയിൽവേ പരീക്ഷയ്ക്കുള്ള GKയുടെ ഹിസ്റ്ററി സീരീസിൽ 12ാമത്തെ വീഡിയോ ആണ്. ഇതുവരെ 11 വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റിലത്തെ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി ആയിരുന്നു, സംഗം ഏജ്. അപ്പോൾ സംഗം ഏജിന് മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നത് സെൻട്രൽ ഏഷ്യയിൽ നിന്നുള്ള ഇൻവേഷൻസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള കണ്ടിന്യൂഷനാണ് ഇവിടെ വരുന്ന ഗുപ്താസ്. അതിൻ്റെ ഇടയിൽ ഒരു സംഗം ഏജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെൻട്രൽ ഏഷ്യൻ ഇൻവേഷനിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്തോ ഗ്രീക്സ്, അതിന് ശേഷമാണ് സൈത്യൻസ് അഥവാ ഷാഗാസിന് ശേഷം പാർത്തിയൻസ്, പിന്നെ അവസാനിച്ചത് കുഷാൻസിലായിരുന്നു. നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തിയ കനിഷ്കൻ്റെ ഡൈനാസ്റ്റി, 2 കട്ട്ഫിസസ്, വീമ കട്ട്ഫിസസ്, കുജുൽ കട്ട്ഫിസസ്. അപ്പോൾ അതിൽ ഈ കുഷാൻസിൻ്റെ വെസൽസ് അഥവാ സാമന്തർ എന്ന് പറയുന്നത്, അതായത് കുഷാൻസ് വലിയൊരു ഡൈനാസ്റ്റി, അതിലെ ഒരു ചെറിയ ഡൈനാസ്റ്റി ആയിട്ടായിരുന്നു ഈ ഗുപ്താസ്. ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന ഗുപ്താസിൻ്റെ തുടക്കം. അപ്പോൾ അതിനെ സാമന്താസ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ഈ മിലിറ്ററി ഗവർണർഷിപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ വാസൽസ് ആയിട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 3rd സെഞ്ച്വറിക്ക് ശേഷം ഈ ഗുപ്താസ് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറായിട്ട് മാറാൻ തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ കുഷാൻസിനെ പറ്റി നോക്കുമ്പോൾ ഏകദേശം ഒരു 1st സെഞ്ച്വറി മുതൽ ഒരു 3rd സെഞ്ച്വറിയൊക്കെ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ഒരു നോട്ടബിൾ റൂളർ എന്ന് പറയുന്നത് വസുദേവ ആയിരുന്നു. ആ ടൈം പീരീഡ് ഏകദേശം AD 230 ആയിരുന്നു. അതായത് 3rd സെഞ്ച്വറിയുടെ പകുതിക്കോടുകൂടി തന്നെ കുഷാൻസിൻ്റെ പ്രധാനപ്പെട്ട റൂളേഴ്സ്, ലാസ്റ്റ് നോട്ടബിൾ റൂളേഴ്സ് എന്ന് പറയുന്നത് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ശേഷം ഈ 4th സെഞ്ച്വറിയുടെ തുടക്കം മുതലാണ് ഗുപ്താസ് വരുന്നത്. ഗുപ്താസിൻ്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നതാണ് ശ്രീഗുപ്തയാണ് ഗുപ്താസിൻ്റെ ഫൗണ്ടേഴ്സ്. ആദ്യത്തെ 2 റൂളേഴ്സിനെ പറ്റിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒന്നുമില്ല. ഫൗണ്ടർ ശ്രീഗുപ്ത, അദ്ദേഹത്തിൻ്റെ മകനാണ് ഘടോത്കച്ച്. രണ്ടാമത്തെ റൂളർ ഘടോത്കച്ച്, ഫൗണ്ടറായിട്ടുള്ള ശ്രീഗുപ്തയുടെ മകൻ. ഇദ്ദേഹത്തിൻ്റെ മകനാണ് പിന്നെ പ്രധാനപ്പെട്ട റൂളറായിട്ട്, അതൊരു ഡൈനാസ്റ്റിയെ ഫൗണ്ടർ ശ്രീഗുപ്തയാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ റൂളർ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത വണ്ണാണ് ആദ്യത്തെ റൂളർ. അത് നമ്മൾ കഴിഞ്ഞ ജൈനസൊക്കെ നോക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫൗണ്ടറേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ ഡൈനാസ്റ്റിയുടെ ശരിയായിട്ടുള്ള ഒറിജിനൽ ഫൗണ്ടർ എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന ആദ്യത്തെ റൂളർ, അതാണ് ചന്ദ്രഗുപ്ത വണ്ണ്. ഇയർ 319 to 334 AD. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നോക്കേണ്ടത് സ്റ്റാർട്ടഡ് ഗുപ്ത എറ. അപ്പോൾ കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഷാഗ എറ കനിഷ്കനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് AD 78 ഷാഗ എറ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു മുന്നേ വിക്രം സംവത് എറ, അതായത് ഹിന്ദു കലണ്ടർ എന്നൊക്കെ പറയുന്ന BC 57 വിക്രം സംവത് എറ അഥവാ ഹിന്ദു കലണ്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരാൾ ഒരു ഇറ തുടങ്ങുമ്പോൾ അതൊരു പുതിയ ഇറയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ യേശുക്രിസ്തു ജനിച്ച വർഷം മുതലാണ് നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഈ ചന്ദ്രഗുപ്ത 390 ശേഷം 320 മുതൽ പുതിയൊരു എറ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. 320 ഗുപ്ത എറ സ്റ്റാർട്ട് ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ചന്ദ്രഗുപ്ത സ്വീകരിച്ച ടൈറ്റിലാണ് മഹാരാജാധിരാജ. പിന്നെ ഇവിടെ പറയുന്നൊരു പോയിന്റ്, ഈ ക്ഷത്രിയാസ് ആയിരുന്നു ആ സമയത്ത് ഡോമിനൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ്. അപ്പോൾ നമ്മൾ മഹാജനപദമൊക്കെ പഠിച്ച സമയത്ത് ഒരു വജ്ജി മഹാജനപതി ഉണ്ടായിരുന്നു. അതിൻ്റെ ക്യാപിറ്റലാണ് വൈശാലി. 8 ക്ലാൻസ് ചേർന്നിട്ടുള്ള ഒരു ജനപദയാണ് വജ്ജി. ആ വജ്ജിയിൽ 8 ക്ലാൻസിൽ ഒന്നാണ് ലിച്ഛവി ക്ലാനിലെ പ്രിൻസസ് ആയിരുന്ന കുമാരദേവി ആയിരുന്നു ചന്ദ്രഗുപ്ത മാരി ചെയ്തത്. അപ്പോൾ അതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രോമിനൻസ് വലുതാവുന്നത്. ടൈറ്റിൽ മഹാരാജാധിരാജ, ലിച്ഛവി എന്ന് പറയുന്നത് നമ്മളെ വജ്ജി മഹാജനപദം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്യാപിറ്റലാണ് വൈശാലി. ഈ വജ്ജി എന്ന് പറയുന്നത് 8 ക്ലാൻസ് ചേർന്നിട്ടുള്ളായിരുന്നു. അതിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാനാണ് ലിച്ഛവി ക്ലാൻ. ആ ലിച്ഛവി ക്ലാനിലെ പ്രിൻസസ് ആണ് കുമാരദേവിയുമായിട്ട് വിവാഹം ചെയ്തതാണ് ചന്ദ്രഗുപ്ത 1.
പിന്നെ ഗുപ്ത എറയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിരുന്നു ഗോൾഡ് കോയിൻസുമായി ബന്ധപ്പെട്ടത്. ആദ്യമായിട്ട് ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഇന്തോ ഗ്രീക്സ് ആണ്. ഇന്തോ ഗ്രീക്സ്, അതായത് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്ന ഗ്രീക്സ് ആണ് ആദ്യമായിട്ട് ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമിൽ ഗോൾഡ് കോയിൻസ് ഏറ്റവും പ്യൂറസ്റ്റിൽ ഫോമിൽ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഷാൻസ് ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് മോസ്റ്റ് നമ്പർ ഓഫ് ഗോൾഡ് കോയിൻസ്, അതായത് ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻസ് സർക്കുലേഷനിൽ ഉണ്ടായിരുന്നത് ഗുപ്താസിൻ്റെ കാലഘട്ടത്തിലാണ്. മോസ്റ്റ് നമ്പർ ഓഫ് ഗോൾഡ് കോയിൻസ് ഇറക്കിയത് ഗുപ്താസാണ്. ഇതിൽ ഒരു കൺഫ്യൂഷൻ വരുന്നൊരു പോയിൻ്റാണ് ഇവിടെ ഉള്ളത്, ലാർജസ്റ്റ് ഹോഡ്സ് ഓഫ് ഗോൾഡ്. ഈ ഹോഡ്സ് എന്നുള്ള പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കുഷാൻസ് എന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു സ്ഥലത്ത് തന്നെ ഏറ്റവും കൂടുതൽ കോയിൻസ് ഒക്കെ കാണപ്പെടുന്നു, ആ അർത്ഥത്തിലാണ് ലാർജസ്റ്റ് ഹോഡ്സ് ഓഫ് ഗോൾഡ് കോയിൻസ് കുഷാൻസ്. അപ്പോൾ ഈ ഗോൾഡ് കോയിനുമായി ബന്ധപ്പെട്ട 4 പോയിൻ്റാണ് മെയിനായിട്ടുള്ളത്. ഒന്ന്, ഏറ്റവും ആദ്യം ആര്, അത് ഗ്രീക്സ്, അതായത് ഇന്തോ ഗ്രീക്സ്, അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഏറ്റവും പ്യൂറസ്റ്റ് ഫോം, അത് കുഷാൻസ്. ലാർജസ്റ്റ് ഹോഡ്സ്, ഈ വാക്ക് വന്നു കഴിഞ്ഞാൽ, ഹോഡ്സ് എന്നുള്ള വാക്ക് വന്നു കഴിഞ്ഞാൽ കുഷാൻസ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ പീരങ്കികളൊക്കെ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു 1000 പീരങ്കി കണ്ടെത്തിയെന്ന് വിചാരിക്കും. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പം 1000-നെക്കാട്ടിയും കൂടുതൽ പല സ്ഥലത്തായിട്ട് സർക്കുലേഷനിൽ വേറൊരു സ്ഥലത്ത് ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഒരു സ്ഥലത്ത് തന്നെ ലാർജസ്റ്റ് ഹോഡ്സ് ഓഫ് ഗോൾഡ് കോയിൻ ഉള്ളത് കുഷാൻസ് ആണ്. ഇത് കറക്റ്റാണെന്ന് അറിയില്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. അടുത്തതാണ് 4ാമത്തെ പോയിൻ്റാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത്, അത് ഗുപ്താസിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ റൂളർ ചന്ദ്രഗുപ്ത 1. ചന്ദ്രഗുപ്ത 1നെ പറ്റി ആദ്യം ഇവർ രണ്ടാളെ പറ്റിയും പറയാത്തത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ജൈനിസം പഠിച്ച സമയത്ത് ഏറ്റവും ആദ്യത്തെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഋഷഭ് ദേവയാണ്. പക്ഷേ ഋഷഭ് ദേവേനേക്കാൾ കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ മഹാവീറാണ്. മഹാവീർ അവസാനത്തെ തീർത്ഥങ്കരയാണ്. ആദ്യത്തെ തീർത്ഥങ്കർ ജൈൻ തീർത്ഥങ്കർ ഋഷഭ് ദേവ് ആണെങ്കിലും ഒറിജിനൽ ഫൗണ്ടർ എന്ന് പറയുന്നത് മഹാവീരാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഫൗണ്ടർ ശ്രീഗുപ്തയാണ്. പക്ഷേങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗുപ്ത എംപയറിനെ വളർത്താനാണ് ആദ്യമായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത് ചന്ദ്രഗുപ്ത 1 ആണ്. അപ്പോൾ അതിനുശേഷം ചന്ദ്രഗുപ്ത 1ന് ശേഷം വരുന്ന റൂളറാണ് സമുദ്രഗുപ്ത. സമുദ്രഗുപ്തൻ്റെ സമയത്താണ് ഗുപ്ത എംപയർ ഏറ്റവും കൂടുതൽ എക്സ്പാൻഡ് ആവുന്നത്. അപ്പോൾ ഈ ഗുപ്ത ഡൈനാസ്റ്റിയിലെ ഏറ്റവും പവർഫുൾ റൂളർ, അതായത് ചന്ദ്രഗുപ്ത 1നെക്കാട്ടിയും കൂടുതൽ ഗ്രേറ്റസ്റ്റ് റൂളർ എന്നറിയപ്പെടുന്നതാണ് സമുദ്രഗുപ്ത. ടൈം പീരീഡ് നോക്കുക. അപ്പോൾ ഈ സമുദ്രഗുപ്തനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നത് ഈ അദ്ദേഹത്തിൻ്റെ കോർട്ടിലുള്ള ഹരിസേൻ എന്ന് പറയുന്നത് പോയറ്റ്. സമുദ്രഗുപ്തൻ്റെ കോർട്ടിലുള്ള ഹരിസേൻ കമ്പോസ് ചെയ്യുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ പില്ലറിൽ, ഒരു അലഹബാദിലുള്ള ഒരു പില്ലർ ഇൻസ്ക്രിപ്ഷനാണ് ഈ സമുദ്രഗുപ്തയെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ യുദ്ധങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അതിനാണ് പ്രയാഗ പ്രശസ്തി എന്ന് പറയുന്നത്. പ്രയാഗ് പ്രശസ്തി, ഈ പ്രയാഗ് എന്ന് പറയുന്നതാണ് ഈ അലഹബാദിൻ്റെ സ്ഥലം. അവിടുത്തെ പ്രശസ്തി എന്ന് പറഞ്ഞാൽ പ്രശംസ, അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ. അതിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽസ് അറിയുന്നത്. അതിൽ പറയുന്നത് വെച്ചാൽ സമുദ്രഗുപ്തൻ നടത്തിയ യുദ്ധങ്ങൾ, നോർത്തിലും സൗത്തിലൊക്കെ ആയിട്ട് നടത്തിയ യുദ്ധങ്ങളിൽ ഇതുവരെ തോറ്റിട്ടില്ല, നെവർ ഡിഫീറ്റഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഈ V.A. സ്മിത്ത് എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ സമുദ്രഗുപ്തനെ വിശേഷിപ്പിക്കുന്നത് നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നാണ്. കാരണം നെപ്പോളിയൻ ഇതുവരെ ഒരു യുദ്ധവും തോറ്റിട്ടില്ല. അപ്പോൾ അതുപോലെ ഇന്ത്യയിലെ നെപ്പോളിയൻ എന്നുള്ള അർത്ഥത്തിൽ സമുദ്രഗുപ്തയെ വിളിക്കുന്നതാണ് നെപ്പോളിയൻ ഓഫ് ഇന്ത്യ ബൈ V.A. സ്മിത്ത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നുള്ളത് പ്രയാഗ് പ്രശസ്തി ആരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഗുപ്ത ഡൈനാസ്റ്റിയിലെ ഏത് റൂളറുമായി ബന്ധപ്പെട്ടുള്ളതാണ് പ്രയാഗ് പ്രശസ്തി. പ്രയാഗ് പ്രശസ്തി അഥവാ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ, അത് സമുദ്രഗുപ്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത് കമ്പോസ് ചെയ്യുന്നത്, ഇത് എഴുതുന്നത് സമുദ്രഗുപ്തൻ്റെ കോർട്ടിലെ പോയറ്റായിട്ടുള്ള ഹരിസേനയാണ്. ഇനി ഇതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് ടൈറ്റിൽസ് ലഭിച്ചിട്ടുണ്ട്. അതായത് ഒരു രാജാവിന് നമ്മളെ വിക്രമാദിത്യ എന്നൊക്കെ വിളിക്കുന്നത് പോലെ പല ടൈറ്റിൽസ് ഉണ്ടാവും. അതിലൊന്നാമത്താണ് കവിരാജ. കവി എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളത്തിൽ ഉദ്ദേശിക്കുന്ന കവി, പോയറ്റ് എന്നുള്ള അർത്ഥമുള്ള കവിരാജ, കിങ് ഓഫ് പോയറ്റ്സ്. പരം ഭഗവത്, സർവരാജ് ഉച്ചേത്ത, അതായത് സർവരാജ്യങ്ങളും, ഓൾ കിങ്, അപ്രൂട്ടർ ഓഫ് ഓൾ കിങ്, എല്ലാ രാജാക്കന്മാരുടെയും അപ്രൂട്ട് ചെയ്യുന്ന ആൾ, സർവരാജ് ഉച്ചേട്ട. പിന്നെ അതുപോലെ അടുത്തതാണ് ലിച്ചവി ദുഹിത്തർ. ലിച്ചവി എന്ന് പറയുന്നത് നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു, സമുദ്രഗുപ്തൻ്റെ അച്ഛൻ, അതായത് ചന്ദ്രഗുപ്ത 1ൻ്റെ വിവാഹം ചെയ്തത് ലിച്ചവി പ്രിൻസസ് ആയിട്ടുള്ള കുമാരദേവിയാണ്. കുമാരി ദേവി ഒരു ലിച്ചവി പ്രിൻസാണ്. അപ്പോൾ ലിച്ചവി
പ്രിൻസസ് ആണ് സമുദ്രഗുപ്തൻ്റെ അമ്മ. ലിച്ഛവി ദുഹിതർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയെ പറ്റി മെൻഷൻ ചെയ്തിട്ടുള്ളത്. ലിച്ഛവി ക്ലാനുമായിട്ട് സമുദ്രഗുപ്തക്ക് ബന്ധം കാണിക്കുന്നതാണ് ലിച്ഛവി ദുഹിതർ. പിന്നെ എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഒരുപാട് ഗോൾഡ് കോയിൻസ് ഈ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഗോൾഡ് കോയിൻസിലൊക്കെ ഓരോ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ചിത്രം എന്ന് പറയുന്നത് സമുദ്രഗുപ്തനെ പറ്റിയിട്ടുള്ളതാണ്. സമുദ്രഗുപ്തൻ ഒരു വീണ വായിക്കുന്നതായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കോയിൻസിൽ വീണ വായിക്കുന്നതായി കാണപ്പെടുന്ന രാജാവ് ഏതാണ്? ഗുപ്ത ഡൈനാസ്റ്റിയിലെ സമുദ്രഗുപ്തൻ. അതുപോലെ ഇവിടെ കാണിക്കുന്ന കഴിഞ്ഞാൽ അശ്വമേധ യാഗം സമയത്തെ പ്രധാനപ്പെട്ട ഇതാണ് അശ്വമേധ യാഗം. അപ്പോൾ ഇദ്ദേഹം അശ്വമേധ യാഗം നടത്തിയിട്ടുണ്ട് എന്ന് കോയിൻസിലൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇതാണ് സമുദ്രഗുപ്തനാണ് ഗ്രേറ്റസ്റ്റ് റൂളർ. ഏറ്റവും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നത് സമുദ്രഗുപ്തനാണ്. ഏറ്റവും കൂടുതൽ പവർഫുൾ റൂളറാണ്. ഇതുവരെ ആരാലും ഡിഫീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതിനെ പറ്റിയിട്ടുള്ള ഏറ്റവും കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത് ഹരിസേന കമ്പോസ് ചെയ്ത പ്രയാഗ് പ്രശസ്തിയിലൂടെയാണ്. നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനാണ്. കവിരാജ, പരംഭാഗവത്, സർവരാജ് ഉച്ചേത, ലിച്ഛവി ദുഹിതർ എന്നുള്ളതാണ് സമുദ്രഗുപ്തൻ്റെ ടൈറ്റിൽസ്. കോയിൻസിൽ വീണ വായിക്കുന്നതായിട്ട് ഇതാണ് വീണ, ഈ ചിത്രത്തിലുള്ളതാണ് വീണ വായിക്കുന്ന സമുദ്രഗുപ്തൻ. ഹി പെർഫോംഡ് അശ്വമേധ യജ്ഞം. അപ്പോൾ ഇതാണ് സമുദ്രഗുപ്തനെ പറ്റിയിട്ടുള്ളത്. അടുത്തത് സമുദ്രഗുപ്തന് ശേഷം, അവസാനം പറഞ്ഞത് സമുദ്രഗുപ്തനായിരുന്നു. സമുദ്രഗുപ്തന് ശേഷം അടുത്ത റൂളർ വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള രാംഗുപ്ത. അപ്പോൾ ഗുപ്ത ആണ് അടുത്ത റൂളർ. പക്ഷേങ്കിൽ എല്ലാ സ്ഥലത്തും നമ്മൾ സമുദ്രഗുപ്തന് ശേഷം ചന്ദ്രഗുപ്ത സെക്കൻഡ് ആയിരിക്കും റൂളറായിട്ട് പറയുന്നത്. അപ്പോൾ ഈ രാംഗുപ്തനെ പറ്റിയിട്ട് ചെറിയൊരു പോയിൻ്റ് മാത്രമേ ഉള്ളൂ. രാംഗുപ്ത ഒരു വീക്കായിട്ടുള്ള റൂളറായിരുന്നു. അപ്പോൾ അതിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഉള്ളത് കോപ്പർ കോയിൻസ്. ഗുപ്താസിലെ ഇടയിൽ ആദ്യമായിട്ട് കോപ്പർ കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രാംഗുപ്തയാണ്. അപ്പോൾ ഈ രാംഗുപ്തയാണ് അടുത്ത റൂളറായി വന്നത്. അദ്ദേഹം ഒരു വീക്ക് റൂളറായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്നു ധ്രുവദേവി. ഇത് ഈ രാംഗുപ്തയുടെ വൈഫായിരുന്നു ധ്രുവദേവി. ഈ സമയത്ത് ആ സമയത്ത് തന്നെ ഇവിടെ ശാഖാസ് റൂൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ജസ്റ്റ് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഗുപ്താസ് ഉള്ളത്. ഇവിടെ ഒരു ശാഖാസ് റൂൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ശാഖാ റൂളറായിട്ടില്ലേ രുദ്രസേന സെക്കൻഡ് ഈ രാംഗുപ്തയുമായിട്ട് യുദ്ധം ചെയ്യുകയും രാംഗുപ്ത തോൽക്കുകയും അപ്പോൾ അവർ തമ്മിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ധ്രുവദേവിയെ ഈ രുദ്രസേനന് കൈമാറാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റും കൂടെ വരികയാണ്. അതായത് അടുത്ത ഗുപ്ത റൂളർ രാംഗുപ്തയാണ്. അദ്ദേഹം ഒരു വീക്കായിട്ടുള്ള റൂളറാണ്. ശാഖാ റൂളറായിട്ടുള്ള രുദ്രസേന ശാഖാ റൂളർ രുദ്രസേനയല്ല, രുദ്രസേന വകടക പ്രിൻസാണ്. അപ്പോൾ ആ സമയത്തെ ശാഖാ റൂളറുമായിട്ട് രാംഗുപ്ത യുദ്ധത്തിൽ തോൽക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ധ്രുവദേവിയെ അവർക്ക് കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ അത് സമുദ്രഗുപ്തൻ്റെ തന്നെ മറ്റൊരു മകനായ ചന്ദ്രഗുപ്ത സെക്കൻഡിന് ഇഷ്ടപ്പെടില്ല. സ്വാഭാവികമായിട്ടും പവർഫുൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂളറാണ്. അപ്പോൾ അദ്ദേഹം ഇതിനെ എതിർക്കുകയും ഈ ധ്രുവദേവിയുടെ രൂപത്തിൽ ശാഖാ റൂളറെ അടുത്തേക്ക് പോവുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ റൂളറായിട്ടുള്ള ഈ രാംഗുപ്തയെ കൂടി, അതായത് ഏട്ടനായിട്ടുള്ള രാംഗുപ്തയെ കൂടി ചന്ദ്രഗുപ്ത കൊല്ലുകയും അദ്ദേഹം അധികാരത്തിൽ വരികയും ചെയ്യും. അതായത് ആദ്യം സമുദ്രഗുപ്തന് ശേഷം അടുത്ത റൂളറായിട്ട് വരുന്നത് രാംഗുപ്തയാണ്. ഈ രാംഗുപ്ത ഒരു വീക്കായിട്ടുള്ള റൂളറാണ്. ശാഖാ റൂളറുമായിട്ടുള്ള യുദ്ധത്തിൽ തോൽക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ധ്രുവദേവിയെ ശാഖാ റൂളർക്ക് കൊടുക്കാൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ ശാഖാ റൂളറെ തോൽപ്പിച്ച് ഈ ധ്രുവദേവിയെ രക്ഷിക്കുകയും ആ ബ്രദേഴ്സ് വൈഫായ ധ്രുവദേവിയെ വിവാഹം ചെയ്യുകയും ചെയ്ത ശേഷം ഇദ്ദേഹം അധികാരത്തിൽ വരികയും. ചന്ദ്രഗുപ്ത ടൂയാണ് നമ്മൾ ഈ വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നത്. ഗുപ്താസിൽ വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നത്. വിക്രമാദിത്യനും വേതാളവും എന്നൊക്കെ പറയുന്ന വിക്രമാദിത്യനാണ് ഈ ചന്ദ്രഗുപ്ത സെക്കൻഡ്. അപ്പോൾ ഈ ചന്ദ്രഗുപ്ത സെക്കൻഡ് അഥവാ വിക്രമാദിത്യൻ്റെ സമയത്താണ് ഗുപ്ത എംപയറിൻ്റെ ഏറ്റവും വലിയ എക്സ്പാൻഡഡ് ഫോമിൽ ഉള്ളത്. അതാണ് അടുത്ത ചന്ദ്രഗുപ്ത ടൂവായി ബന്ധപ്പെട്ട് പറയുന്നത്. അദ്ദേഹം എക്സ്പാൻഷൻ നടത്തിയത് യുദ്ധത്തിലേക്കൂടെ മാത്രമല്ല, മാട്രിമോണിയൽ അലയൻസിലേക്കൂടെയാണ്.
ഈ ഗുപ്താസിൻ്റെ കണ്ടംപററി ആയിട്ട് ആ സമയത്ത് നമ്മുടെ ഈ വിന്ധ്യക്ക് ശേഷം, അതായത് ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ശതവാഹനാസിൻ്റെ റൂളിനെ പറ്റിയായിരുന്നു പറഞ്ഞത്. അതിന് ശേഷം വരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് വഗഡകാസ്. ഇവിടെയാണ് ഗുപ്താസ് ഉള്ളത്. ഈ ഗുപ്താസിൻ്റെ പവർ ഉള്ള ഏരിയയാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയ ഗുപ്താസിന് സ്വാധീനമുള്ള ഏരിയയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ കണ്ടംപററി ആയിട്ടുള്ളതാണ് വഗഡകാസ്. ശതവാഹനാസിന് ശേഷം നമ്മുടെ ഈ നടുക്കുള്ള ഏരിയ അത് ഭരിക്കുന്നതാണ് വഗഡകാസ്. ഈ വഗഡകാസിലെ പ്രിൻസ് ആയിരുന്നു ഈ രുദ്രസേന, അതായത് അവിടുത്തെ യുവരാജാവ്. അതാണ് രുദ്രസേന സെക്കൻഡ്. ഒരു രുദ്രസേന സെക്കൻഡും ഈ വിക്രമാദിത്യൻ്റെ മകളായിട്ടുള്ള പ്രഭാവതി ഗുപ്തിയും തമ്മിൽ വിവാഹം ചെയ്തു കൊടുക്കുകയും, അപ്പോൾ നല്ല രണ്ട് റിലേഷനിലേക്ക് ഈ പ്രധാനപ്പെട്ട രണ്ട് ഡൈനാസ്റ്റികളും വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ശാകാസിനെ ഇവർ രണ്ടുകൂടി ചേർന്ന ശേഷം ഈ ശാകാസിനെ തോൽപ്പിക്കുകയും ചന്ദ്രഗുപ്ത സെക്കൻഡ് കംപ്ലീറ്റ് ആയിട്ട് തോൽപ്പിക്കുകയും. അപ്പോൾ അതാണ് ഇവിടെ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്. ഫോംഡ് മാട്രിമോണിയൽ അലയൻസ് വിത്ത് വഗഡക, മാരീഡ് ഹിസ് ഡോട്ടർ പ്രഭാവതി ഗുപ്ത വിത്ത് വഗഡക പ്രിൻസ് രുദ്രസേന സെക്കൻഡ്. ഗുപ്താസിൻ്റെ ഏറ്റവും വലിയ വാട്ടർമാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ സ്വാധീനത്തിലുള്ള ഏറ്റവും കൂടുതൽ ഏരിയ അത് ഉള്ളായിരുന്നത് ഈ വിക്രമാദിത്യ അഥവാ ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ രുദ്രസേന സെക്കൻഡിനെ വിവാഹം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം മരണപ്പെടുകയും ഈ രുദ്രസേന സെക്കൻഡ് മരണപ്പെടുകയാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ, അപ്പോൾ അവിടെ കുട്ടി ഉണ്ടായി. കുട്ടി ചെറിയ കുട്ടി അത്രേ. അപ്പോൾ അതുകൊണ്ട് ഈ രുദ്രസേന സെക്കൻഡിൻ്റെ ഭാര്യയായിട്ടുള്ള ചന്ദ്രഗുപ്തൻ്റെ മകളായിട്ടുള്ള പ്രഭാവതി ഗുപ്തിയാണ് ഈ വഗഡകാസ് ഭരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇൻഡയറക്ട്ലി റൂൾഡ് ബൈ ഗുപ്താസ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് രുദ്രസേന സെക്കൻഡ്. അപ്പോൾ അതാണ് ആ ഒരു ഭാഗത്ത് ഏറ്റവും പവർഫുള്ളായിട്ട് ഗുപ്താസ് മാറാനുള്ള ഒരു കാരണം. യുദ്ധത്തിലേക്കൂടെ മാത്രമല്ല മാട്രിമോണിയൽ അലയൻസിലേക്കൂടി കൂടാം. ആ സമയത്തെ പ്രധാനപ്പെട്ട ഒരു പോർട്ട് ആണ് ബറൂച്ച് പോർട്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗുപ്ത ടു ഇഷ്യൂ സിൽവർ കോയിൻസ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഗുപ്താസിൽ ആദ്യമായിട്ട് സിൽവർ കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഏത് കിങ് ആണ്? ചന്ദ്രഗുപ്ത ദി സെക്കൻഡ്, അതായത് വിക്രമാദിത്യ ഗുപ്ത. ഫസ്റ്റ് ഗുപ്ത ടു ഇഷ്യൂ സിൽവർ കോയിൻസ്. അപ്പോൾ ശാകാസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഒറിജിനൽ വിക്രമാദിത്യ പർമാർ ആ പേര് സ്വീകരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ശാകാസിനെ തോൽപ്പിക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് വിക്രമാദിത്യ എന്നുള്ള ടൈറ്റിൽ വരുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടു ഇഷ്യൂ സിൽവർ കോയിൻസ്. ഗുപ്താസിൽ ആദ്യമായി സിൽവർ കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത് ചന്ദ്രഗുപ്ത സെക്കൻഡ്. അപ്പോൾ സമുദ്രഗുപ്തനെ പറ്റിയിട്ട് ഒരു പ്രയാഗ് പ്രശസ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അതുപോലെ തന്നെ ഇവിടെ ഈ ചന്ദ്രഗുപ്ത സെക്കൻഡ് അഥവാ വിക്രമാദിത്യനെ പറ്റിയിട്ടുള്ള ഒരു പില്ലർ ഇൻസ്ക്രിപ്ഷനാണ് മെഹ്റോളി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അപ്പോൾ ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ കുത്തബ് മിനാറാണ്. ഈ കുത്തബ് മിനാറിൻ്റെ സൈഡിൽ ഉള്ള ഈ മെഹ്റോളി പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഈ ചന്ദ്രഗുപ്ത സെക്കൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മെഹ്റോളി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്, സാധാരണ ഇരുമ്പ് എന്ന് പറയുന്നത് ഈ മഴയും വെയിലും ഓക്സിജനുമായിട്ടുള്ള ബന്ധത്തിലെ കൂടെയൊക്കെ തുരുമ്പിക്കും. പക്ഷെങ്കിൽ ഇവിടെയുള്ള ഈ അയൺ എന്ന് പറയുന്നത് തുരുമ്പിക്കാത്ത തരത്തിലുള്ള ഒരു അയണാണ്. മെഹ്റോളി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ഇത് വേറൊരു സ്ഥലത്ത് നിന്ന് ഇവിടത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും ഈ കുത്തബ് മിനാറിൻ്റെ സൈഡിൽ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അതാണ്. അടുത്ത ഈ ചന്ദ്രഗുപ്ത സെക്കൻഡുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റാണ് നവരത്നാസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോർട്ടിലുള്ള പ്രധാനപ്പെട്ട 9 ആളുകൾ, നവരത്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 രത്നങ്ങൾ, 9 ജ്വൽസ് ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതാണ് അമരസിംഹൻ ലെക്സിക്കോഗ്രാഫറാണ്. സാൻസ്ക്രിറ്റ് ലെക്സിക്കോഗ്രാഫർ ആൻഡ് എ പോയറ്റ്. ലെക്സിക്കോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഈ വേർഡ്സുമായി ബന്ധപ്പെട്ട് ഡിക്ഷണറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ന അർത്ഥത്തിൽ, അതായത് സാൻസ്ക്രിറ്റ് ലെക്സിക്കോഗ്രാഫർ അഥവാ പോയറ്റ്. അടുത്തത് ധന്വന്തരി റിനൗണ്ട് ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ രോഗം മാറ്റുന്ന ആൾ, ധന്വന്തരി. അടുത്തത് നമ്മൾ സമുദ്രഗുപ്തയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അലഹബാദ് പ്രയാഗ് പ്രശസ്തി കമ്പൈൽ ചെയ്ത ആൾ ഹരിസേന. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ചന്ദ്രഗുപ്ത സെക്കൻഡ് കോർട്ടിൽ ആരുണ്ട്? ഹരിസേനയുണ്ട്, പോയറ്റ് ഓർ റൈറ്റർ. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാളിദാസൻ, ഷേക്സ്പിയർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന കാളിദാസൻ, റിനൗണ്ട് പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റ്. കാളിദാസൻ
ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന നവരത്നാസിൽ ഒരാളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അടുത്തതാണ് കഹാപനക, ആസ്ട്രോളജർ. കഹാപനക. അടുത്തത് ശംഖു, ഒരു ആർക്കിടെക്റ്റാണ്. ജോമെട്രി, ട്രിഗ്നോമെട്രി ഒക്കെയായി ബന്ധപ്പെട്ട ആളാണ് ശംഖു. അടുത്തത് ആസ്ട്രോണമർ. ഇത് ആസ്ട്രോളജിയാണ്, ഇത് ആസ്ട്രോണമിയാണ്. ഈ ആസ്ട്രോണമി എന്ന് പറയുന്നതാണ് നമ്മളീ പറയുന്ന ഗ്രഹങ്ങൾ, അതിനൊക്കെ പറ്റിയുന്ന സെലസ്റ്റിയൽ ഒബ്ജക്ട്സിനൊക്കെ പറ്റി പഠിക്കുന്നതാണ് ആസ്ട്രോണമി. ഈ ആസ്ട്രോളജി എന്ന് പറയുന്നതാണ് നമ്മളീ പറയുന്ന ഈ മറ്റേ ബിലീഫ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത് ഹ്യൂമൻ അഫയേഴ്സിലേക്ക് വരുന്നത്, ഡെസ്റ്റിനി, അതുമായി ബന്ധപ്പെട്ട് നമ്മളെ ഇന്ന് ഉദ്ദേശിക്കുന്ന മറ്റേ ചൊവ്വാദോഷം, മറ്റേ ആ ഒരു ടൈപ്പ് കാര്യങ്ങളാണ് ആസ്ട്രോളജർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആസ്ട്രോണമർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സെലസ്റ്റിയൽ ബോഡീസിനെ പറ്റിയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസിൻ്റെ ആ ഡിസിപ്ലിനാണ് ആസ്ട്രോണമി. ആസ്ട്രോണമറാണ് വരാഹമിഹിരൻ. അടുത്തത് വരരുചി ഒരു സാൻസ്ക്രിറ്റ് സ്കോളറാണ്, ഒരു ഗ്രമേറിയനാണ്. അടുത്ത വേതാൾ ഭട്ട് മജീഷ്യൻ. ഇത് നമ്മൾ മറ്റേ ആ കഥയിലൂടെ കേട്ടിട്ടുണ്ട്, വിക്രമാദിത്യൻ വേതാളം കഥകൾ. അപ്പോൾ ആ കഥകൾ കറക്റ്റല്ല. വിക്രമാദിത്യ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ ഒരു ടൈറ്റിലായിരുന്നു. ഷാഗാസിനെ തോൽപ്പിച്ചതുകൊണ്ട് ഏറ്റവും പവർഫുൾ റൂളർ എന്നുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ടൈറ്റിലാണ് വിക്രമാദിത്യൻ. ആ റൂളർ ടൈറ്റിൽ സ്വീകരിച്ച ഗുപ്ത രാജാവാണ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട മലയാളത്തിൽ കഥകളുണ്ടായിരുന്നു, വിക്രമാദിത്യവും വേതാളവും. ആ വേതാൾ ഭട്ടയാണ് 9ാമത്തെ നവരത്നാസ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് ഈ കാളിദാസനെ പറ്റിയിട്ടാണ്. കാളിദാസൻ്റെ കൃതികൾ ഏതൊക്കെയാണെന്നുള്ളത്: അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, രഘുവംശം, മേഘദൂതം, കുമാരസംഭവം, ഋതുസംഹാര. പ്രധാനപ്പെട്ട 6 കാളിദാസ കൃതികൾ ഇനിയുണ്ട്: അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, രഘുവംശം, മേഘദൂതം, കുമാരസംഭവം, ഋതുസംഹാര. അടുത്തത് ചന്ദ്രഗുപ്ത സെക്കൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ട്രാവലറാണ് ഫാഹിയാൻ. ഹർഷവർദ്ധനുമായി ബന്ധപ്പെട്ടിട്ട് ഹ്വാൻസാങ് എന്ന് പറയുന്ന മറ്റൊരു ചൈനീസ് ട്രാവലറും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ വിക്രമാദിത്യനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചൈനീസ് ട്രാവലറാണ് ഫാഹിയാൻ. അപ്പോൾ ഇവിടെ പറയുന്നത് ഫസ്റ്റ് ചൈനീസ് ട്രാവലർ വിസിറ്റഡ് ഡ്യൂറിങ് ഹിസ് റെയിൻ ആണ് ഫാഹിയാൻ. അപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഈ ഫാഹിയാൻ ഇന്ത്യയിലേക്ക് വന്നു, നമ്മളെ ഗുപ്ത എംപയറിൻ്റെ കീഴിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, എന്നിട്ട് അദ്ദേഹം തിരിച്ച് ചൈനയിലേക്ക് പോയി. അപ്പോൾ ഈ ചൈനയിലേക്ക് തിരിച്ച് പോകുന്ന ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബംഗാളിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജേണി. ഈ ഫാഹിയാൻ തിരിച്ച് ബാക്ക് ടു ചൈന ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ബംഗാളിൽ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഫാഹിയാൻ ഏത് റൂളറുടെ ആണ് മീറ്റ് ചെയ്തത്, ആരുടെ കോർട്ടിലായിരുന്നു പങ്കെടുത്തത്? ഫാഹിയാൻ, വിക്രമാദിത്യ അഥവാ ചന്ദ്രഗുപ്ത സെക്കൻഡ്. നേരത്തെ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ വിക്രമാദിത്യ. ഒന്നും കൂടെ: ബുക്സ് ഓഫ് കാളിദാസ, അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, രഘുവംശം, മേഘദൂതം, കുമാരസംഭവം, ഋതുസംഹാരം. പിന്നെ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന മറ്റൊരു പോയറ്റാണ് ശൂദ്രക എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് മൃച്ഛകടിക എഴുതിയ ആളാണ് ശൂദ്രക. അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മൃച്ഛകടിക ആരെഴുതിയതാണ്? ശൂദ്രക. അദ്ദേഹം ആരുടെ കണ്ടംപററി ആയിരുന്നു? ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ. മൃച്ഛകടിക എന്ന് പറഞ്ഞാൽ ദ ലിറ്റിൽ ക്ലേ ആർട്ട്. അപ്പോൾ ഇതൊരു ലവ് സ്റ്റോറിയാണ്. വസന്തസേന, ചാരുദത്ത ഇവർ തമ്മിലുള്ള ലവ് സ്റ്റോറിയാണ് ഈ മൃച്ഛകടിക. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ചന്ദ്രഗുപ്ത സെക്കൻഡാണ് ഗുപ്ത എംപയറിൻ്റെ ഏറ്റവും പീക്കിലുള്ള സമയത്ത് റൂളർ എന്നറിയപ്പെടുന്നത്. സമുദ്രഗുപ്തന് ശേഷം റൂളറായിട്ട് വരുന്നത് രാംഗുപ്തയായിരുന്നു. രാംഗുപ്ത ഒരു വീക്ക് റൂളറായിരുന്നു. ഷാഗാസുമായിട്ടുള്ള യുദ്ധത്തിൽ തോൽക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അവർക്ക് വിട്ടുകൊടുക്കേണ്ട അവസ്ഥയും വന്നു. അതിൽ ഇഷ്ടപ്പെടാത്ത ചന്ദ്രഗുപ്ത സെക്കൻഡ് ഈ ധ്രുവദേവിയുടെ രൂപത്തിൽ കടക്കുകയും ഷാഗാസിനെ തോൽപ്പിച്ച് ഈ ധ്രുവദേവിയെ രക്ഷിച്ചു കൊണ്ടുവരികയും അതിനുശേഷം രാംഗുപ്തയെ അസാസിനേറ്റ് ചെയ്ത് അധികാരത്തിലെത്തുകയും ചെയ്തു. അപ്പോൾ ഈ ധ്രുവദേവിയെ ബ്രദറിൻ്റെ വൈഫായിരുന്ന ധ്രുവദേവിയായിട്ട് വിവാഹം ചെയ്യുകയും ഉണ്ടായി. അപ്പോൾ ഈ സമയത്താണ് ഗുപ്ത എംപയറിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്നത്. അപ്പോൾ അതിനുശേഷം ആ സമയത്തെ തന്നെ ഏറ്റവും കണ്ടംപററി ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഡൈനാസ്റ്റിയാണ് ഈ ശതവാഹനാസിന് ശേഷം ഈ ഇന്ത്യയുടെ മധ്യഭാഗത്തുണ്ടാവുന്ന
വഗഡകാസ് അഥവാ വിന്ധ്യശക്തി എന്നറിയപ്പെടുന്ന വഗഡകാസ്. ഈ വഗഡകാസുമായിട്ട് ഗുപ്ത എംപയർ ഒരു മാട്രിമോണിയൽ അലയൻസ് രൂപപ്പെടുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചന്ദ്രഗുപ്ത ടൂവിൻ്റെ മകളാണ് പ്രഭാവതി ഗുപ്ത. ഈ പ്രഭാവതി ഗുപ്തയും ഈ വഗഡ പ്രിൻസായിരുന്ന രുദ്രസേന സെക്കൻഡുമായിട്ട് വിവാഹം ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് ഡൈനാസ്റ്റികളും തമ്മിൽ നല്ല ബന്ധം രൂപീകരിക്കുന്നു. അതിനുശേഷം വിവാഹത്തിന് ശേഷം രുദ്രസേന സെക്കൻഡ് പെട്ടെന്ന് തന്നെ മരണപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത രാജാവ് എന്ന് പറയുന്നത് ഇവരുടെ മകനായിട്ടുള്ള ഒരു ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രഭാവതി ഗുപ്തയാണ് ഭരണം ഏറ്റെടുക്കുന്നത്. അപ്പോൾ അച്ഛൻ ചന്ദ്രഗുപ്ത സെക്കൻഡ് ഇവിടെ ഭരിക്കുന്നു, മകള് ഇവിടെ ഭരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഗുപ്താസിൻ്റെ തന്നെ കീഴിലായിരുന്നു ഈ ഒരു മുഴുവൻ ഭാഗവും ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഈ ശാകാസിനെ തോൽപ്പിക്കുന്നു. ഗുപ്താസ് പവർഫുൾ ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റി ആയിട്ട് മാറുന്നു. പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഫസ്റ്റ് ഗുപ്ത ടു ഇഷ്യൂ സിൽവർ കോയിൻസ് ചന്ദ്രഗുപ്ത സെക്കൻഡാണ്. സമുദ്രഗുപ്തന് പ്രയാഗ പ്രശസ്തി പോലെ, അലഹബാദിലെ പില്ലർ ഇൻസ്ക്രിപ്ഷനായ പ്രയാഗ പ്രശസ്തി പോലെ ഈ ചന്ദ്രഗുപ്ത സെക്കൻഡിനുള്ളതാണ് മെഹ്റോളി പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ഇത് ഇന്ന് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കുത്തബ് മിനാറിൻ്റെ സൈഡിലാണ്. ഡൽഹിയിലെ കുത്തബ് മിനാറിൻ്റെ സൈഡിലാണ് ഇന്ന് ഈ മെഹ്റോളി പില്ലർ ഇൻസ്ക്രിപ്ഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇരുമ്പാണെങ്കിലും തുരുമ്പിക്കില്ല. ഈ മെഹ്റോളിയിലാണ് ഈ ചന്ദ്രഗുപ്ത സെക്കൻഡുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽസ് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് 9 കോർട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ, വിക്രമാദിത്യൻ്റെ നവരത്നങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അമരസിംഹ, ലെക്സിക്കോഗ്രാഫർ ആൻഡ് പോയറ്റ്. ധന്വന്തരി വൈദ്യൻ, റിനൗണ്ട് ഫിസിഷ്യൻ. ഹരിസേന, സമുദ്രഗുപ്തൻ്റെ പില്ലർ ഇൻസ്ക്രിപ്ഷൻ എഴുതിയ ആളാണ് ഹരിസേന. കാളിദാസൻ ഷേക്സ്പിയർ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. കഹാപനക, ആസ്ട്രോളജർ. ശംഖു ജോമെട്രി, ട്രിഗ്നോമെട്രിയൊക്കെ ബന്ധപ്പെട്ട ആൾ. വരരുചി, സാൻസ്ക്രിറ്റ് സ്കോളർ. വരാഹമിഹിരം, ആസ്ട്രോണമി. വേതാളഭട്ടൻ, മജീഷ്യൻ. കാളിദാസൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ: അഭിജ്ഞാന ശാകുന്തളം, മാളവികാഗ്നിമിത്രം, രഘുവംശം, മേഘദൂത്, കുമാരസംഭവം, ഋതുസംഹാരം. അടുത്ത ഈ സമയത്ത് ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ സമയത്ത് ചൈനയിൽ നിന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട ട്രാവലറാണ് ഫാഹിയാൻ. 2 ചൈന ട്രാവലർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരാൻ പോകുന്ന ഹർഷവർദ്ധൻ്റെ ഹുവാൻസാങ്ങും ഇവിടെ തന്നിട്ടുള്ള ഫാഹിയാൻ ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ കോർട്ടിലേക്കാണ് വന്നത്. അദ്ദേഹം തിരിച്ചു മടങ്ങിയത് ബംഗാളിൽ വെച്ചാണ്. വിക്രമാദിത്യ ടൈറ്റിൽ സ്വീകരിച്ച ഗുപ്ത രാജാവാണ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ആ സമയത്ത് തന്നെയുള്ള മറ്റൊരു പോയറ്റാണ് ശൂദ്രക എഴുതിയ പുസ്തകമാണ് മൃച്ഛകടിക. അതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് ദ ലിറ്റിൽ ക്ലേ ആർട്ട്. അടുത്ത ചന്ദ്രഗുപ്ത സെക്കൻഡിന് ശേഷം വരുന്ന ഒരു പ്രധാനപ്പെട്ട റൂളർ അദ്ദേഹത്തിൻ്റെ സണ്ണായിട്ടുള്ള കുമാരഗുപ്ത ഫസ്റ്റ്. ടൈം പീരീഡ് 5th സെഞ്ച്വറിയിലേക്ക് കടന്നു. ചന്ദ്രഗുപ്ത സെക്കൻഡിന് ശേഷം കുമാരഗുപ്ത വന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, 2 പോയിൻ്റാണ് കുമാരഗുപ്തയുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ചോദിക്കുന്നത്. ആദ്യത്തേത് നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ ആരാണ്? നളന്ദ, വിക്രമശില എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഏൻഷ്യൻ്റ് ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസ്. അതിൽ ഇപ്പോൾ നമ്മൾ ബീഹാറിൽ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത, രണ്ടാമതും ആ ഒരു സ്ഥലത്ത് തന്നെ രണ്ടാമതും ഉദ്ഘാടനം ചെയ്ത നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഒറിജിനൽ ഫോം, അത് പിന്നീട് നശിപ്പിക്കപ്പെട്ടതാണ്. നളന്ദ യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്തത്, അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ചെയ്തത് കുമാരഗുപ്ത 1 ആണ്. രണ്ടാമത്തേത് ഹൂൺസ് അറ്റാക്ക് ഇന്ത്യയിൽ ആദ്യമായി വരുമ്പോൾ അവിടെ ഗുപ്താസിൻ്റെ ഏത് റൂളറായിരുന്നു ഉണ്ടായിരുന്നത്? അത് 2 പോയിൻ്റാണുള്ളത്. ആദ്യത്തേത് അറ്റാക്സ് ബൈ ഹൂൺസ്. ഈ ഹൂനാസ് എന്ന് പറയുന്നത് ഈ സെൻട്രൽ ഏഷ്യയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ട്രൈബാണ്. അതായത് അവരിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകും, അവിടെ ബ്രൂട്ടലായിട്ടുള്ള അറ്റാക്സ് നടത്തിയിട്ട് അധികാരം പിടിച്ചെടുക്കും. അപ്പോൾ അതുപോലെ സെൻട്രൽ ഏഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു ഹൂനാസ് അറ്റാക്ക്, വളരെ ബാർബാറിക്കായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ട്രൈബാണ് ഹൂനാസ്. അത് അറ്റാക്ക് ആദ്യം ചെയ്യുമ്പോൾ അവിടെ ഫസ്റ്റ് അറ്റാക്കിൻ്റെ സമയത്തുണ്ടായിരുന്ന കുമാരഗുപ്തയാണ്. അതുപോലെ തന്നെ ബീഹാറിലെ നളന്ദ യൂണിവേഴ്സിറ്റി ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് കുമാരഗുപ്തയാണ്. കുമാരഗുപ്തയ്ക്ക് ശേഷം വരുന്ന അടുത്ത റൂളറാണ് സ്കന്ദഗുപ്ത ഫസ്റ്റ്. ഈ ഹൂൻസിൻ്റെ അറ്റാക്ക് സക്സസ്ഫുള്ളി റെസിസ്റ്റ് ചെയ്ത ആളാണ് സ്കന്ദഗുപ്ത. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു പില്ലർ ഇൻസ്ക്രിപ്ഷനാണ് ബിത്തേർ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ഉത്തർപ്രദേശിലെ ബിത്താരി പില്ലർ ഇൻസ്ക്രിപ്ഷൻ ആരുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ സ്കന്ദഗുപ്ത.
ആദ്യം നമ്മൾ പ്രയാഗ പ്രശസ്തി നോക്കിയിട്ടുണ്ടായിരുന്നു, അഥവാ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അത് സമുദ്രഗുപ്തനുമായി ബന്ധപ്പെട്ടതാണ്, കവിരാജ എന്നറിയപ്പെടുന്ന സമുദ്രഗുപ്തനുമായിട്ട് ബന്ധപ്പെട്ട്. അതിനുശേഷം മെഹ്റോളി പില്ലർ ഇൻസ്ക്രിപ്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു, കുത്തബ് മിനാറിൻ്റെ സൈഡിലുള്ള മെഹ്റോളി പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അത് ചന്ദ്രഗുപ്ത സെക്കൻഡിനെ പറ്റിയിട്ടുള്ളതായിരുന്നു, ചന്ദ്രഗുപ്ത സെക്കൻഡ്. അപ്പോൾ ചന്ദ്രഗുപ്ത ഫസ്റ്റിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തെ രാജാതിരാജ എന്നോ അങ്ങനെ എന്തോ ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു. സമുദ്രഗുപ്തന് അലഹബാദ്, ചന്ദ്രഗുപ്ത സെക്കൻഡിന് മെഹ്റോളി. ഇപ്പോൾ ഇവിടെ പറയുന്നത് സ്കന്ദഗുപ്തക്ക് ബിത്താരി പില്ലർ ഇൻസ്ക്രിപ്ഷൻ, ഉത്തർപ്രദേശിലെ ബിത്താരി പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഗുപ്ത എംപയറിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ ബീഹാറിൻ്റെ ഈ ഒരു ഭാഗമാണ്, പാട്ലിപുത്ര ആ ഒരു ഭാഗം. അവിടുന്ന് ഒരു പോയിന്റ് ഇവിടെ പറയുന്നത് സ്കന്ദഗുപ്ത ചേഞ്ച്ഡ് ക്യാപിറ്റൽ ടു സാകേത ആൻഡ് നെയ്മഡ് അയോധ്യ. സാകേത എന്ന് പറയുന്നതാണ് അയോധ്യ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട അവിടത്തേക്ക് ക്യാപിറ്റൽ മാറ്റി എന്ന് പറയുന്നു. രണ്ട് പ്രധാനപ്പെട്ട റൂളേഴ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഒന്ന് കുമാരഗുപ്തൻ, ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ മകൻ കുമാരഗുപ്തൻ. 2 പോയിന്റ്, നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ, സെൻട്രൽ ഏഷ്യൻ ബാർബാരിക് ആൻഡ് ട്രൈബായിട്ടുള്ള ഹൂനാസിൻ്റെ അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഗുപ്ത റൂളർ ഏതായിരുന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ആൻസർ കുമാരഗുപ്ത ഫസ്റ്റ്. ഈ ഹൂൻസിൻ്റെ അറ്റാക്ക് സക്സസ്ഫുള്ളി റെസിസ്റ്റ് ചെയ്ത ആളാണ് സ്കന്ദഗുപ്ത. ബിത്താരി പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഏത് റൂളറായി ബന്ധപ്പെട്ടതാണ്? സ്കന്ദഗുപ്ത ഫസ്റ്റ്. സാകേതയിലേക്ക് ഗുപ്താസിൻ്റെ ക്യാപിറ്റൽ മാറ്റിയത് സ്കന്ദഗുപ്ത ഫസ്റ്റ്. അടുത്തത് ഇവരുടെ ഈ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഗുപ്ത എംപയറിൻ്റെ അഡ്മിനിസ്ട്രേഷൻ. ആദ്യം ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, ഏറ്റവും ആദ്യത്തെ പോയിന്റ് ഒരു ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനാണ്. സാധാരണ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയനെ മുഴുവൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സെൻട്രലിൽ നിന്ന് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സെൻട്രലൈസ്ഡ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മളെ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങൾക്കടിയിൽ ഓരോ ജില്ലകൾക്കടിയിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അങ്ങനെ ഇതാണ് ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് പോയിന്റുകൾ. ആദ്യം ഈ ബുക്തീസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് അഥവാ ഒരു പ്രൊവിൻസ് എന്നൊക്കെ ഉദ്ദേശിക്കുന്ന കുറച്ച് വലിയൊരു ഏരിയ. അവിടുത്തെ ചാർജ് ഈ ഉപരിക. അതിൻ്റെ അടിയിലത്തെ ഈ ബുക്തീസ് ഡിവൈഡഡ് ഇൻറ്റു ഡിസ്ട്രിക്ട്സ്, അതാണ് വിഷയാസ്. ഇതിൻ്റെ ചാർജ് വിഷയപതീസ്, വിഷയത്തിൻ്റെ നാഥൻ പതി, വിഷയപതി. അതിൻ്റെ അടുത്ത് വരുന്ന കുറച്ചും കൂടെ ഒരു സിറ്റി എന്നൊക്കെ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ് വിതീസ് എന്ന് പറയുന്നത്. വിതീസ് അണ്ടർ ദ ചാർജ് ഓഫ് നഗർപതി. ഏറ്റവും ചെറിയ ഫോം വില്ലേജസ് ചാർജ് ഓഫ് ഗ്രാമിക, നമ്മൾ ഗ്രാമമുഖ്യൻ എന്നൊക്കെ പറയുന്നത് പോലുള്ള ഗ്രാമിക. പ്രധാനമായിട്ട് എംപയറിന് അഡ്മിനിസ്ട്രേറ്റീവ് ആവശ്യങ്ങൾക്ക് വേണ്ടി സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് ഈ രീതിയിലാണ്: ബുക്തീസ്, വിഷയാസ്, വിതീസ്, വില്ലേജസ്. ബുക്തീസ്, വിഷയാസ്, വിതീസ്, വില്ലേജസ്. അപ്പോൾ ഓരോന്നിൻ്റെയും ചാർജുള്ള ആളുകളുടെ പേര്: ബുക്തീസ് ഉപാരിക, വിഷയാസ് വിഷയപതി, വിതീസ് നഗർപതി, വില്ലേജസ് ഗ്രാമം ഗ്രാമിക. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ഭാഗം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കുറച്ച് ഓഫീസേഴ്സിൻ്റെ പേരുകൾ. ഇമ്പോർട്ടൻ്റ് ഓഫീസേഴ്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കുമാരമത്യ, അതായത് ഇപ്പോൾ ഗുപ്ത എംപയറിൽ ഒരു രാജാവ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫീസർ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഗുപ്ത എംപയർ അഡ്മിനിസ്ട്രേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓഫീസർ ആരാണ്? കുമാരമത്യ, പ്രൊവിൻഷ്യൽ ഓഫീസറാണ്. അടുത്തത് മഹാദണ്ഡനായക. അപ്പോൾ ഈ വാക്ക് തന്നെ മനസ്സിലാവും. ഇപ്പോൾ ദണ്ഡന എന്നൊക്കെ പറഞ്ഞാൽ തമിഴിൽ ശിക്ഷ എന്നല്ലേ അർത്ഥം. മഹാദണ്ഡനായകൻ, അതായത് പണിഷ്മെൻറ്റ്സ് കൊടുക്കുന്ന ആൾ. മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കോടതിയിൽ ജഡ്ജ് എന്നൊക്കെ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ മഹാദണ്ഡനായകൻ. ദണ്ഡന എന്ന് പറഞ്ഞാൽ ശിക്ഷ കൊടുക്കുന്ന ആൾ. മഹാദണ്ഡനായക, ഓഫീസർ റെസ്പോൺസിബിൾ ഫോർ പണിഷ്മെൻറ്റ്, മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസ്. അടുത്ത മൂന്നാമത്തെ സന്ധി വിഗ്രാഹിക, വാർ ആൻഡ് ജസ്റ്റിസ്. ഈ സന്ധി എന്ന് പറഞ്ഞാൽ എന്താ? 2 സന്ധികൾ ഒപ്പുവെക്കൽ യുദ്ധത്തിലാണ്. 2 യുദ്ധത്തിൻ്റെ അവസാനത്തിലാണ് സന്ധി ഒപ്പിടുക. അപ്പോൾ ഈ സന്ധി വിഗ്രാഹിക എന്ന് പറയുന്നത് ഓഫീസർ ഓഫ് വാർ ആൻഡ് ജസ്റ്റിസ്. അപ്പോൾ അടുത്ത നാലാമത്താണ് നഗർ ശ്രേഷ്ഠി. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നഗർ ശ്രേഷ്ഠി, അത് ചീഫ് ബാങ്കർ, പൈസയുമായി ബന്ധപ്പെട്ട ചീഫ് ബാങ്കറാണ് നഗർ ശ്രേഷ്ഠി. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: സമുദ്രഗുപ്തൻ്റെ കോർട്ടിലുണ്ടായിരുന്ന പോയറ്റും അതുപോലെ ചന്ദ്രഗുപ്ത
സെക്കൻഡിൻ്റെ കോട്ടിലും ഉണ്ടായിരുന്നു ഹരിസേന. ഹരിസേന ഹോൾഡ് ചെയ്യാത്ത പോസ്റ്റ് ഇതിലേതാണ്? അപ്പോൾ ഈ 4 തന്നിട്ട് പറഞ്ഞു ഇതിൽ ഹരിസേന ഹോൾഡ് ചെയ്യാത്ത പോസ്റ്റ്, അതായത് ഹരിസേന ഉണ്ടാവാതിരുന്ന പോസ്റ്റ് ഏതാണ്? ബാക്കി എല്ലാ പോസ്റ്റും ഹരിസേന ഹോൾഡ് ചെയ്തിട്ടുണ്ട്. കുമാർ മത്യ, മഹാദണ്ഡനായക, സന്ധി വിഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ നഗർ ശ്രേഷ്ഠി എന്ന് പറയുന്ന പോസ്റ്റ് ഹരിസേന ഹോൾഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ഓഫീസർ. ഇമ്പോർട്ടൻ്റ് പോയിന്റ് കുമാരമത്യ എന്ന് പറയുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫീസർ. കുമാരമത്യയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫീസർ. അടുത്ത ഇക്കോണമിയായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ ഗോൾഡ് കോയിൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഗോൾഡ് കോയിൻസ് ഇന്ത്യയുടെ ഈ സബ് കോണ്ടിനെൻറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രീക്സാണ്, ഇന്തോ ഗ്രീക്സാണ്. അപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് കുഷാൻസാണ് ഏറ്റവും പ്യൂറസ്റ്റ് ഫോമിൽ. ഏത് റൂളറാണെന്ന് വെച്ചാൽ കുഷാൻസാണ് കനിഷ്കൻ്റെ സമയത്ത്. അതുപോലെ തന്നെ ലാർജസ്റ്റ് ഹോഡ് ഓഫ് കോയിൻസ് എന്ന് ചോദിച്ചാൽ അതും കുഷാൻസാണ്. ഇവിടെയുള്ള ക്വസ്റ്റ്യൻ ഗുപ്താസുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത് ഇഷ്യൂഡ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തത് ഗുപ്താസാണ്. അടുത്ത പോയിൻ്റാണ് ടാക്സ്. ആ സമയത്തെ ടാക്സുമായി ബന്ധപ്പെട്ടത് ഭാഗ, ഭോഗ, ബലി, ഉപാരികര, വിഷ്ടി, പിന്നെയും കുറച്ചൊരു 1-2 കൂടിയുണ്ട്. വാട്ടർ ടാക്സ്, അങ്ങനെ ഹാലിവാരിക, ഉദകഭാഗ, ഹിരണ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ടാക്സും കൂടിയുണ്ട്. പ്രധാനപ്പെട്ട ടാക്സസ്. ഭാഗ എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ്, 1/6 ഓഫ് ദ പ്രൊഡ്യൂസ്. അപ്പോൾ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്നു, ആ പ്രൊഡ്യൂസിൻ്റെ 1/6 അവിടെ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. ഭോഗ, ബലി, ഉപാരിക, വിഷ്ടി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയുന്ന പേരാണ് വിഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ടാക്സ് ഭാഗ 1/6. അപ്പോൾ 1/6 ഭാഗം രാജാവിന് കൊടുക്കണം ടാക്സിൻ്റെ രൂപത്തിൽ. ബലി എന്ന് പറഞ്ഞാൽ ഒപ്രസീവ് ടാക്സ്, ഉപാരിക എക്സ്ട്രാ ടാക്സ്, ഫോം ഓഫ് ഫോഴ്സ്ഡ് ലേബർ. പിന്നെ ഒരു ടേം ഇവിടെ പറഞ്ഞിട്ടുള്ളത് സേനാഭക്തി. ഇതൊരു കൺസെപ്റ്റ് ഓഫ് സേനാഭക്തി. അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദ ആർമി വാസ് ടു ബി ഫെഡ് ബൈ പീപ്പിൾ വെനെവർ ഇറ്റ് പാസ്ഡ് ത്രൂ എ കൺട്രി സൈഡ്. അതിപ്പോൾ ഈ ഒരു വില്ലേജിലേക്ക് കൂടെ അവിടുത്തെ ആർമി ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അവിടത്തേക്ക് ആവശ്യമായ കാര്യങ്ങളും പൈസയൊക്കെ കൊടുക്കേണ്ടത് ആ വില്ലേജാണ്. അടുത്തൊരു വില്ലേജിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഈ സേന പാസ് ചെയ്യുന്ന സമയത്ത് കൊടുക്കും. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് സേനാഭക്തി എന്ന് ഉദ്ദേശിക്കുന്നത് ദ ആർമി വാസ് ടു ബി ഫെഡ് ബൈ പീപ്പിൾ വെനെവർ ഇറ്റ് പാസ്ഡ് ത്രൂ ദെയർ കൺട്രി സൈഡ്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട പൊളിറ്റിയുമായി ബന്ധപ്പെട്ടത്. അഡ്മിനിസ്ട്രേഷൻ 4 ഭാഗങ്ങൾ: ഭുക്തി, വിഷയ, വിധീസ്, വില്ലേജസ്. അതിൻ്റെ ഓരോന്നിൻ്റെ ചാർജിലുള്ള ആളുകൾ: ഉപരിക, വിഷയപതീസ്, നഗർപതി, ഗ്രാമിക. അങ്ങനെ കുമാരമത്യനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓഫീസർ. ഹരിസേന ഹോൾഡ് ചെയ്യാത്ത പോസ്റ്റ് നഗർ ശ്രേഷ്ഠി, ചീഫ് ബാങ്കർ. കൾച്ചറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഗുപ്ത പീരീഡിൽ കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് ഒഡീഷയിലെ ഉദയഗിരിയിലുള്ള ഈ ഒരു ഫിഗർ, ഇതിന് പറയുന്നതാണ് വരാഹം. വരാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മത്സ്യം, കൂർമ്മം, വരാഹം. വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിലൊന്നാണ് ഈ വരാഹം എന്ന് പറയുന്നത്. മത്സ്യം, കൂർമ്മം, വരാഹം എന്ന് പറയുന്ന വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ, അതിലൊന്നാണ് ഈ വരാഹം. ഈ വരാഹത്തിൻ്റെ ഐഡിയൽ ഓഫ് വരാഹ, ദ ഗ്രേറ്റ് ബോർ. ഈ കാണുന്ന ബോർ നമ്മളെ എർത്തിൻ്റെ പ്രൊട്ടക്ടറായിട്ട് അറിയപ്പെടുന്ന നമ്മളെ ഈ ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ കാട്ടുപന്നി ആ രൂപത്തിലുള്ള ആ ബോർ, ദ ഗ്രേറ്റ് ബോറിൻ്റെ ഐഡിയൽ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയിലെ ഉദയഗിരിയിൽ. അത് ആരാണ് ബിൽഡ് ചെയ്തത്? ചന്ദ്രഗുപ്ത സെക്കൻഡ്. അടുത്ത ഗുപ്ത എംപയറിലെ പ്രധാനപ്പെട്ട ടെമ്പിൾസ്, 2 ടെമ്പിൾസ്. ആദ്യത്തെയാണ് ദശാവതാര ടെമ്പിൾ. ഇതാണ് ദശാവതാര ടെമ്പിൾ. ഇത് സ്ഥിതി ചെയ്യുന്ന ഉത്തർപ്രദേശിലാണ്. ദേവ്ഗറിലെ ആണ് ദശാവതാര ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ അടുത്തതാണ് ബിതർഗാവൂൺ ടെമ്പിൾ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ബിതർഗാവൂൺ ടെമ്പിൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലെ കാൺപൂരിൽ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇത് ഏത് ദേവന് വേണ്ടിയിട്ടുള്ളതാണ്? കൃഷ്ണന് സമർപ്പിച്ചിട്ടുള്ള അമ്പലമാണ് ബിതർഗാവൂൺ ടെമ്പിൾ. അതിപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഈ ബ്രിക്ക് ഇതുണ്ടാക്കിയത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേ ബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ്. ഇങ്ങനെ ബ്രിക്സ് യൂസ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഓൾഡസ്റ്റ് ടെമ്പിളാണ്, ഓൾഡസ്റ്റ് ബ്രിക്ക് ടെമ്പിൾ എന്നറിയപ്പെടുന്നതാണ് ബിതർഗാവൂൺ, UP, കാൺപൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് പറയുന്നത്, നമ്മളിപ്പോൾ കുറേ പില്ലർ ഇൻസ്ക്രിപ്ഷൻസ് ഗുപ്ത എംപയറുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമുദ്രഗുപ്തന് പ്രയാഗ പ്രശസ്തി, ചന്ദ്രഗുപ്ത സെക്കൻഡിന് മെഹറോളി, സ്കന്ദഗുപ്തക്ക് ഭിത്താരി,
അപ്പോൾ അതുപോലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇൻസ്ക്രിപ്ഷനാണ് ഇറാൻ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഒരു കൾച്ചർ പഠിക്കുന്ന സമയത്ത് ഇറാൻ, ജോഹർ അല്ല ആ ഒരു കൾച്ചറിൻ്റെ സമയത്ത് ഒക്കെ ഒരു ഇറാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതുപോലെ ഒരു ഇൻസ്ക്രിപ്ഷനാണ് ഇറാൻ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ഇത് ഈ കാണിച്ചിട്ടുള്ള ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള ഇറാൻ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഓഫ് ഭാനുഗുപ്ത. ഭാനുഗുപ്ത എന്ന് പറയുന്നത് ഒരു റൂളറുടെ പേരാണ്, ഗുപ്ത എംപയറിലെ ഒരു റൂളറുടെ പേരാണ്. അപ്പോൾ ഇത് 5th സെഞ്ച്വറിയിലേക്ക് ഇപ്പം പേര് പറഞ്ഞ സ്കന്ദഗുപ്തക്കൊക്കെ ശേഷം വരുന്ന ഒരു റൂളറാണ് ഭാനുഗുപ്ത. ഭാനുഗുപ്തേൻ്റെ സമയത്ത് 5th സെഞ്ച്വറിയിൽ മധ്യപ്രദേശിലെ ഉള്ള ഒരു ഇൻസ്ക്രിപ്ഷനാണ് ഇറാൻ പില്ലർ ഇൻസ്ക്രിപ്ഷൻ. ഇതിൽ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് സതി, പ്രാക്ടീസ് ഓഫ് സതീനെ പറ്റിയിട്ട്. നമ്മൾ അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ചിതയിലേക്ക് ഭാര്യ സ്വയം മരിക്കുന്ന, ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ കൊല്ലുന്ന ഒരു പരിപാടി, അതാണ് സതി. അത് പിന്നീട് അബോളിഷ് ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് ഓഫ് സതീനെ പറ്റിയിട്ടുള്ള ആദ്യത്തെ ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ് ആണ് ഇറാൻ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഓഫ് ഭാനുഗുപ്ത. അതുപോലെ തന്നെ സമുദ്രഗുപ്തനെ പറ്റിയിട്ടും മറ്റ് ഗുപ്ത എംപയർസിലെ രാജാക്കന്മാരെ പറ്റിയിട്ടും ഇറാൻ പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കുറേ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്. പ്രയാഗ് പ്രശസ്തി അഥവാ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ സമുദ്രഗുപ്തക്ക്, മെഹ്റോളി പില്ലർ ഇൻസ്ക്രിപ്ഷൻ അത് ചന്ദ്രഗുപ്ത സെക്കൻഡിന്, ബിത്താർ ഇൻസ്ക്രിപ്ഷൻ വരുന്നത് സ്കന്ദഗുപ്തക്ക്. ഇവിടെ അതുപോലെ ഇറാൻ പില്ലർ ഇൻസ്ക്രിപ്ഷൻ ഓഫ് ഭാനുഗുപ്ത. അപ്പോൾ ഇതിൽ സതീൻ്റെ പ്രാക്ടീസിനെ പറ്റിയിട്ടുള്ള ആദ്യത്തെ എവിഡൻസ് ഉണ്ട്. അതുപോലെ സമുദ്രഗുപ്തനെ പറ്റിയിട്ടൊക്കെ എവിഡൻസ്, ഗുപ്ത റൂളേഴ്സിനെ പറ്റിയിട്ടുള്ള എവിഡൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഗുപ്ത എംപയറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഗുപ്താസിൻ്റെ തന്നെ കൂടെ പഠിക്കേണ്ട ഒന്നാണ് വഗഡകാസ്. അവരെ കണ്ടംപററി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വഗഡക പ്രിൻസിപ്പിൻ്റെ ഗുപ്ത എംപയറിലെ പ്രഭാവതി ഗുപ്തയെ, ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ മകളായിട്ടുള്ള പ്രഭാവതി ഗുപ്തയെ രുദ്രസേന സെക്കൻഡ് വഗഡക പ്രിൻസിപ്പിന് മാട്രിമോണിയൽ അലയൻസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വഗഡകാസിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു പോയിന്റ്, വഗഡക ഡൈനാസ്റ്റി അതായത് ഇന്ത്യയിലെ ഈ ഒരു വിന്ധ്യ സത്പുര മലനിരകൾ, അപ്പോൾ അതിലെ വിന്ധ്യക്ക് താഴെയുള്ള ഈ ഒരു ഭാഗത്താണ് വഗഡകാസ് ഉള്ളത്. ഞാൻ ഈ ഒരു ഭാഗം പഠിക്കുന്നത് ശതവാഹനാസ്, വഗഡകാസ്, പിന്നെ അതിനുശേഷം ഈ ഒരു ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട ആളുകളാണ് ചാലുക്യാസ് പിന്നെ രാഷ്ട്രകൂടാസ്. അപ്പോൾ ഞാൻ ശവംചാരി എന്നാണ് പഠിക്കുന്നത്, ശവംചാരി. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇന്ത്യയുടെ ഈ മധ്യഭാഗത്തുള്ള പ്രധാനപ്പെട്ട ഡൈനാസ്റ്റികളാണ്. ആദ്യം ശതവാഹനാസ്, പിന്നെ വഗഡകാസ്, ചാലുക്യാസ്, പിന്നെ രാഷ്ട്രകൂടാസ്. അപ്പോൾ അതിലെ ഈ ശതവാഹനാസിൻ്റെ ഫ്യൂഡേറ്ററീസ് ആയിട്ട് അറിയപ്പെടുന്നവരാണ് ഈ വഗഡകാസ്. വേറെയും അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. എന്നാലും ശതവാഹനാസിന് ശേഷം ആ ഒരു ആ ഒരു മധ്യഭാഗത്ത് വരുന്നവരാണ് വഗഡക ഡൈനാസ്റ്റി. ടൈം പീരീഡ് 3rd സെഞ്ച്വറി ടു 5th സെഞ്ച്വറി. ഫ്യൂഡേറ്ററീസ് ഓഫ് ശതവാഹനാസ് ഗുപ്താസിൻ്റെ കണ്ടംപററിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മണിസമാണ് ഫോളോ ചെയ്യുന്നത്. ഗുപ്താസ് കൂടുതലും വൈശ്യാസ് ആയിരുന്നു. ഇവർ ഫോളോഡ് ബ്രാഹ്മണിസം, ഓൾസോ പാട്രണൈസ്ഡ് ബുദ്ധിസം. ഈ ബുദ്ധിസം പാട്രണൈസ് ചെയ്തെന്ന് മനസ്സിലാവുന്നത് അതിന് ശേഷം വരുന്ന ഈ ഒരു റൂൾഡ് ഇൻ ദ സെൻട്രൽ ആൻഡ് സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ വഗഡക എന്ന പേര് വരുന്നത് ഇൻ പുരാണാസ് ദേ ഹാവ് ബീൻ മെൻഷൻഡ് ആസ് വിന്ധ്യശക്തി, അതായത് വിന്ധ്യ സത്പുര മലനിരകൾ. ആ വിന്ധ്യ എന്ന് വരുന്ന പേരാണ്, വിന്ധ്യശക്തിയാണ് ഫൗണ്ടറിൻ്റെ പേര്. പ്രൊമിനൻ്റ് റൂളർ എന്ന് പറയുന്നത് പ്രഭാവതി ഗുപ്ത. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രഭാവതി ഗുപ്ത എന്ന് പറയുന്നത് ആരായിരുന്നില്ലത്, ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ മകളാണ്. രുദ്രസേനയുടെ വിവാഹം ചെയ്തു, പെട്ടെന്ന് മരിച്ചു, പിന്നെ ഭരണം ഏറ്റെടുത്തു. ദ റോക്കഡ് ബുദ്ധിസ്റ്റ് വിഹാരാസ് ആൻഡ് ചൈത്യാസ് ഓഫ് അജന്ത കേസ്, ഇതാണ് ഇവിടെ പറഞ്ഞത്. ഇവർ ബ്രാഹ്മണിസമാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും ബുദ്ധിസം പാട്രണൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തെളിവ് കിട്ടുന്നത് ഈ അജന്ത എല്ലോറ, അതിലെ അജന്ത കേവ്സിലെ ഈ ബുദ്ധിസ്റ്റ് വിഹാരാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അവർ താമസിക്കുന്ന സ്ഥലം. ചൈത്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടത്. ഇത്തരത്തിലുള്ള ഈ അജന്ത കേവ്സിൽ, റോക്കട്ട് അജന്ത കേവ്സിൽ ഈ ബുദ്ധിസ്റ്റ് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വിഹാരാസും ചൈത്യാസും ഉണ്ടായിരുന്നു. ഇത് ബിൽഡ് ചെയ്യുന്നത് ഈ വഗഡകാസിൻ്റെ സമയത്താണ്. അപ്പോൾ അജന്ത കേവ്സ് ആരാണ് ബിൽഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഗഡകാസ് ബൈ ഹരിസേന, കിങ് ഹരിസേന ഓഫ് വഗഡക ഡൈനാസ്റ്റി. ഇതിൽ ഇത്ര ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇല്ലു. ശതവാഹനാസിൻ്റെ ഫ്യൂഡേറ്ററീസ് ആണ്. കണ്ടംപററി ടു ഗുപ്താസ്, ഫോളോഡ് ബ്രാഹ്മണിസം, ഫൗണ്ടർ എന്നറിയപ്പെടുന്ന വിന്ധ്യശക്തി, ലാസ്റ്റ് റൂളർ പ്രഭാവതി ഗുപ്ത. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, അജന്ത കേവ്സ് ബിൽഡ് ചെയ്യുന്നത്
ഈ വഗഡകാസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ബുദ്ധിസ്റ്റ് വിഹാരാസും ചൈത്യാസും ഉള്ളത് കൊണ്ട് ദേ പാട്രണൈസ്ഡ് ബുദ്ധിസം. അടുത്തത് ഇപ്പോൾ ഈ ഗുപ്താസുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, രുദ്രസേന സെക്കൻഡ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ് മാരീഡ് പ്രഭാവതി ഗുപ്ത ദ ഡോട്ടർ ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡ് ഓഫ് ദ ഗുപ്ത ഡൈനാസ്റ്റി. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചന്ദ്രഗുപ്ത സെക്കൻഡ് അദ്ദേഹത്തിൻ്റെ മകളായിരുന്ന പ്രഭാവതി ഗുപ്ത മാട്രിമോണിയൽ അലയൻസിലൂടെ ഗുപ്ത എംപയറിൻ്റെ പവർ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രഭാവതി ഗുപ്തയെ രുദ്രസേന സെക്കൻഡ്, അതായത് ഇവിടെയാണ് ഗുപ്ത എംപയർ എങ്കിൽ ഇവിടെ ഈ വിന്ധ്യക്ക് ശേഷം ഉണ്ടായിരുന്ന ഈ വഗഡക ഡൈനാസ്റ്റിയിലെ രുദ്രസേന സെക്കൻഡുമായിട്ട് വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രഭാവതി ഗുപ്ത. ആൻസർ വഗഡക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് ദ റൂൾ ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ചന്ദ്രഗുപ്ത സെക്കൻഡ് അഥവാ ടൈറ്റിൽ വിക്രമാദിത്യൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയേത്? ചന്ദ്രഗുപ്ത സെക്കൻഡ് അഡോപ്റ്റ് ദ ടൈറ്റിൽ വിക്രമാദിത്യ. കറക്റ്റ്, വിക്രമാദിത്യയാണ് ടൈറ്റിൽ. ചന്ദ്രഗുപ്ത വണ്ണിൻ്റെ ടൈറ്റിലായിരുന്നു മഹാരാജാധിരാജ. പിന്നെ അദ്ദേഹത്തിൻ്റെ നവരത്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാളിദാസ ആൻഡ് അമരസിംഹ വർ പാർട്ട് ഓഫ് ഹിസ് കോർട്ട്. അതെ, കാളിദാസ പ്രധാനപ്പെട്ട ഒരു പോയറ്റായിരുന്നു. സാൻസ്ക്രിറ്റ് ഗ്രമേറിയൻ ആയിരുന്ന അമരസിംഹ. രണ്ടാളും ശരിയാണ്. അപ്പം ബോത്ത് എ ആൻഡ് ബി. അടുത്ത ക്വസ്റ്റ്യൻ, who among the following was the first independent Gupta king to hold the title of മഹാരാജാധിരാജ? മഹാരാജാധിരാജ എന്ന ടൈറ്റിൽ സ്വീകരിച്ച ഗുപ്ത കിങ് ആരാണ്? ചന്ദ്രഗുപ്ത വണ്ണ്. ചന്ദ്രഗുപ്ത വണ്ണാണ് മഹാരാജാധിരാജ. പിന്നെ അതിന് ശേഷം വന്ന സമുദ്രഗുപ്തക്ക് മറ്റൊരുപാട് ടൈറ്റിൽ, കവിരാജ എന്നൊക്കെ പറയുന്ന ടൈറ്റിൽ. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രഗുപ്താസ് അച്ചീവ്മെൻറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ എ ലോങ് ഇൻസ്ക്രിപ്ഷൻ. സമുദ്രഗുപ്തന് ഇൻസ്ക്രിപ്ഷനാണ് പ്രയാഗ് പ്രശസ്തി അഥവാ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ. അപ്പോൾ ചോദ്യം, റെക്കോർഡഡ് ഇൻ എ ലോങ് ഇൻസ്ക്രിപ്ഷൻ കോൾഡ് പ്രശസ്തി അഥവാ പ്രയാഗ് പ്രശസ്തി ബൈ ഹിസ് കോഡ് പോയിറ്റ്. കോഡ് പോയിറ്റിൻ്റെ പേര് ഹരിസേന. സമുദ്രഗുപ്തൻ്റെ അച്ചീവ്മെൻറ്റ് ഒരു ഇൻസ്ക്രിപ്ഷനായിട്ട് എഴുതിയ ആളാണ് ഹരിസേന. അദ്ദേഹത്തിൻ്റെ കോർട്ടിലുള്ള ഒരു പോയറ്റായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, the paintings in the Bagh caves belong to which of the following period? Bagh caves Gupta period. അടുത്തത്, the Vagadaga dynasty was directly related to which Gupta empire? ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയായിരുന്നു ഗുപ്ത എംപയർ. ഇവിടെയാണ് വഗഡക ഉള്ളത്. വഗഡക ഡൈനാസ്റ്റിയും ഗുപ്ത എംപയറിലെ ഏത് രാജാവുമായിട്ടാണ് ഡയറക്റ്റ് റിലേറ്റ് ചെയ്യപ്പെട്ടതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ചന്ദ്രഗുപ്ത സെക്കൻഡ്, ആൻസർ ചന്ദ്രഗുപ്ത സെക്കൻഡ്. ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ മകളായിരുന്നു പ്രഭാവതി ഗുപ്ത. പ്രഭാവതി ഗുപ്തേനെ മാരി ചെയ്തത് വഗഡക പ്രിൻസായിട്ടുള്ള രുദ്രസേന സെക്കൻഡ് ആയിരുന്നു. അപ്പോൾ വഗഡക ഡൈനാസ്റ്റിയുമായിട്ട് ഡയറക്റ്റ് റിലേഷനിലുണ്ടായിരുന്ന ചന്ദ്രഗുപ്ത സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പീരീഡ് ഈസ് ദ ഫസ്റ്റ് ഇൻസ്ക്രിപ്ഷണൽ എക്സാമ്പിൾ ഓഫ് പ്രാക്ടീസ് ഓഫ് സതി ഫൗണ്ട്? അതായത് സതി എന്ന് പറയുന്നത് ഈ 18-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ദുരാചാരമായിരുന്നു. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ചതയിൽ ഭാര്യ ആത്മഹുതി ചെയ്യുന്ന ഒരു പരിപാടിയാണ് സതി. അപ്പോൾ വില്യം ബെൻഡിക്കായിരുന്നു അത് ഇന്ത്യയിൽ നിർത്തലാക്കിയത്. രാജാറാം മോഹൻ റോയ് ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഫസ്റ്റത്തെ ഇൻസ്ക്രിപ്ഷണൽ എക്സാമ്പിൾ, അതായത് ഈ 4th സെഞ്ച്വറി 5th സെഞ്ച്വറിയിലൊക്കെ 4th സെഞ്ച്വറിയിൽ ഇത് ഉണ്ടായിരുന്നു. 5th സെഞ്ച്വറി ഇൻസ്ക്രിപ്ഷൻ ഏതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആദ്യം ചോദിക്കുന്നത് ഏത് ഡൈനാസ്റ്റിയായി ബന്ധപ്പെട്ട്? ഗുപ്ത ഡൈനാസ്റ്റിയായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടായിരുന്നു ഇറാൻ ഇൻസ്ക്രിപ്ഷൻ, അതായത് ഈ പ്രധാനപ്പെട്ട റൂളേഴ്സിനൊക്കെ ശേഷം വരുന്ന ബാനഗുപ്തയുമായി ബന്ധപ്പെട്ട ഇറാൻ ഇൻസ്ക്രിപ്ഷനിലായിരുന്നു ഫസ്റ്റ് ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ് ഓഫ് പ്രാക്ടീസ് ഓഫ് സതി വരുന്നത്. ഇതിൽ തന്നെ സമുദ്രഗുപ്തനെ പറ്റിയിട്ടൊക്കെ മറ്റ് റൂളേഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ് ഓഫ് എക്സാമ്പിൾ ഓഫ് സതി എന്നുള്ളത് ഗുപ്ത എംപയറുമായി ബന്ധപ്പെട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫേമസ് സോഴ്സ് ഓഫ് ഗുപ്ത എംപയർ, ദ പ്രയാഗ് പ്രശസ്തി അഥവാ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ, അത് ചന്ദ്രഗുപ്ത ഫസ്റ്റുമായി ബന്ധപ്പെട്ടത്. ഹൂ ഈസ് ഗിവൺ ദ ക്രെഡിറ്റ് ഫോർ സ്റ്റാർട്ടിങ് ഗുപ്ത എറ? അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം ക്രിസ്തു ജനിച്ച സമയം മുതലാണ് AD 1 സ്റ്റാർട്ടാവുന്നത്.
അത് ഗ്രിഗോറിയൻ കലണ്ടർ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ നമുക്ക് ഹിന്ദു കലണ്ടറായിട്ടുള്ള വിക്രം സംവത് ഉണ്ട്. അതുപോലെ തന്നെ ശാഖ എറയുണ്ട്, കനിഷ്കനുമായി ബന്ധപ്പെട്ട ശാഖ എറ AD 78, മറ്റേത് 57. അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റൂളേഴ്സ് വരുന്ന സമയത്ത് പുതിയൊരു കലണ്ടർ രൂപം കൊടുത്തു, അഥവാ പുതിയൊരു എറ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നോർത്ത് കൊറിയയിലൊക്കെ ഇപ്പോഴത്തെ കിം ജോങ് ഉന്നിൻ്റെ മുത്തച്ഛൻ ജനിച്ച ദിവസം മുതലായിരുന്നു അവിടുത്തെ പുതിയ കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ചോദിക്കുന്നത് ഗുപ്ത എറ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ്? AD 320 ഗുപ്ത എറ 320 അഥവാ 319. അതിലാണ് ചന്ദ്രഗുപ്ത ഫസ്റ്റ്. ഗുപ്ത എറ സ്റ്റാർട്ട് ചെയ്യുന്നു ചന്ദ്രഗുപ്ത ഫസ്റ്റ് AD 320 അല്ലെങ്കിൽ 319. അടുത്ത ക്വസ്റ്റ്യൻ, അമർ സിൻഹ വാസ് വൺ ഓഫ് ദ ലൂമിനറീസ് ഇൻ ദ കോർട്ട് ഓഫ്. ഈ അമർ സിൻഹേനെ പറ്റി കേൾക്കുന്നത് ചന്ദ്രഗുപ്ത സെക്കൻഡ് അഥവാ വിക്രമാദിത്യൻ്റെ നവരത്നങ്ങൾ 9 ജ്വൽസിലൊന്നാണ് അമർ സിൻഹ എന്ന് പറയുന്നത്. അമർ സിൻഹ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ കോർട്ടിലുള്ള ആളാണ്, നവരത്നങ്ങളിൽ ഒരാളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രഗുപ്ത വാസ് ദ ഫസ്റ്റ് റൂളർ ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി. അതായത് ചന്ദ്രഗുപ്ത ഫസ്റ്റിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ചന്ദ്രഗുപ്ത ഫസ്റ്റ് വാസ് ദ ഫസ്റ്റ് റൂളർ ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി ടു അഡോപ്റ്റ് ദ ഗ്രാൻഡ് ടൈറ്റിൽ ഓഫ്. ചന്ദ്രഗുപ്ത ഫസ്റ്റിൻ്റെ ടൈറ്റിൽ ഏതാണെന്ന് ചോദ്യം, മഹാരാജാധിരാജ. അദ്ദേഹത്തിൻ്റെ ടൈറ്റിലാണ് മഹാരാജാധിരാജ. ഹു എമംഗ് ദ ഫോളോയിങ് നവരത്നാസ് ഫ്രം ചന്ദ്രഗുപ്ത സെക്കൻഡ് കോർട്ട് റോട്ട് മന്ത്രശാസ്ത്രം. കാളിദാസൻ്റെ അല്ല, ഇപ്പോൾ ഈ വേതാള ഭട്ടയാണ് ആൻസർ. അതായത് വേതാള ഭട്ടനെ നമ്മൾ പറഞ്ഞത് മെജീഷ്യൻ എന്നായിരുന്നു. ഈ മെജീഷ്യൻ എന്ന് പറഞ്ഞാൽ മാജിക്കുമായി ബന്ധപ്പെട്ട്, അതായത് മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന മെജീഷ്യൻ, അതാണ് വേതാള ഭട്ട. അതേ എഴുതിയ പുസ്തകമാണ് മന്ത്രശാസ്ത്ര. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മന്ത്രശാസ്ത്രം എഴുതിയത്, മന്ത്രം തന്ത്രങ്ങളും ഒക്കെ മെജീഷ്യൻ്റെ ഭാഗമാണ്. അത് വേതാള ഭട്ടയാണ്. ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ 9 ജ്വൽസിൽ ഒരാളാണ് വേതാള ഭട്ട. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ റെയിൻ ഓഫ് കുമാരഗുപ്ത ഫസ്റ്റ് ദ സൺ ആൻഡ് സക്സസർ ഓഫ് ഡാഷ് വാസ് വൺ ഓഫ് ദ പീസ് ആൻഡ് റിലേറ്റീവ് ഇനാക്ടിവിറ്റി. അപ്പോൾ കുമാരഗുപ്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 ക്വസ്റ്റ്യൻസാണ് സാധാരണ വരാറുള്ളത്. ഒന്ന്, ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ആരുടെ പുത്രനാണ് എന്നാണ് ചോദിക്കുന്നത്, ആരുടെ സക്സസർ ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ചന്ദ്രഗുപ്ത സെക്കൻഡിന് ശേഷമാണ് കുമാരഗുപ്തൻ വരുന്നത്, അതിന് ശേഷമാണ് സ്കന്ദഗുപ്ത. ഒന്ന് ഹൂൻസിൻ്റെ അറ്റാക്കിൻ്റെ സമയത്ത് ആരായിരുന്നു ഉണ്ടായത് തുടക്കത്തിൽ, പിന്നെ വരുന്നതാണ് നളന്ദ യൂണിവേഴ്സിറ്റിയായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ആരുടെ സക്സസറായിരുന്നു കുമാരഗുപ്തൻ? ആദ്യം ശ്രീഗുപ്തൻ, അതിനുശേഷം ഘടോൽക്കചൻ, പിന്നെ ചന്ദ്രഗുപ്തൻ ഫസ്റ്റ്, പിന്നെ സമുദ്രഗുപ്തൻ, പിന്നെ ചന്ദ്രഗുപ്ത സെക്കൻഡ്, അദ്ദേഹത്തിൻ്റെ മകനാണ് കുമാരഗുപ്തൻ, അതിന് ശേഷമാണ് സ്കന്ദഗുപ്തൻ. അപ്പോൾ ഈ ഓർഡറിൽ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ സക്സസറാണ് കുമാരഗുപ്തൻ. വിച്ച് കിങ് വാസ് ഷോൺ ഓൺ ഹിസ് കോയിൻ ആസ് വീണ പ്ലെയർ. അതായത് കോയിനിൽ രാജാക്കന്മാരുടെ ചിത്രം ഉണ്ടാവും, അപ്പോൾ അതിൽ വീണ വായിക്കുന്നതായിട്ട് കാണിച്ച റൂളർ ഏതാണ് എന്നുള്ളതാണ്. അത് ആൻസർ സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തനെ കവിരാജ എന്നും കൂടെ അറിയപ്പെടും, അതായത് പോയറ്റുകളുടെ രാജാവ് എന്ന അർത്ഥത്തിൽ കവിരാജ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തനാണ്. കവിരാജ. ആഫ്റ്റർ ദ വിക്ടറി ഓഫ് വിച്ച് കിങ് വാസ് ഷോൺ ഓൺ ഹിസ് കോയിൻ ആസ് വീണ പ്ലെയർ. സമുദ്രഗുപ്തൻ. അടുത്തത്, ആഫ്റ്റർ ദ വിക്ടറി ഓഫ് ഷാഗാസ് ഹു അമംഗ് ദ ഫോളോയിങ് അഡോപ്റ്റഡ് ദ ടൈറ്റിൽ വിക്രമാദിത്യ. ചന്ദ്രഗുപ്ത സെക്കൻഡ്. അപ്പോൾ വിക്രമാദിത്യ പർമാർ ശാഖ ഡൈനാസ്റ്റിയെ തോൽപ്പിച്ചതാണ്. അതിൻ്റെ ശേഷം അവിടെ വരുന്ന പ്രധാനപ്പെട്ട റൂളേഴ്സിനൊക്കെ ഇത്തരം ടൈറ്റിൽ സ്വീകരിക്കാറുണ്ട്, വിക്രമാദിത്യ എന്നുള്ള. ചന്ദ്രഗുപ്ത സെക്കൻഡാണ് ഗുപ്ത ഡൈനാസ്റ്റിയിൽ വിക്രമാദിത്യ ടൈറ്റിൽ സ്വീകരിക്കുന്നത് ആഫ്റ്റർ ദ ഡിഫീറ്റ് ഓഫ് ഷാഗാസ്. ഹു അമംഗ് ദ ഫോളോയിങ് സക്സീഡഡ് ഘടോത്കച്ച്. ഇത് ഗുപ്ത റൂളർ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫൗണ്ടർ എന്ന് പറയുന്നത് ശ്രീഗുപ്ത, അദ്ദേഹത്തിന് ശേഷം വരുന്നതാണ് ഘടോൽക്കച. ഘടോൽക്കചലിൻ്റെ സക്സീഡ് ചെയ്യുന്നത്, അതായത് ശേഷം വരുന്നത് ആരാണ്? ചന്ദ്രഗുപ്ത ഫസ്റ്റ്. ഗുപ്ത എറ 320 AD സ്റ്റാർട്ട് ചെയ്യുന്ന ചന്ദ്രഗുപ്ത ഫസ്റ്റ്, മഹാരാജാധിരാജ ടൈറ്റിൽ. റൂളർ ഓഫ് വിച്ച് ഡൈനാസ്റ്റി ബിൽറ്റ് ദ ഫേമസ് അയൺ പില്ലർ ഇൻ ഡൽഹി. ഡൽഹിയിലെ അയൺ പില്ലർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ മെഹ്റോളി പില്ലറാണ്. മെഹ്റോളി പില്ലർ ഏത് ഡൈനാസ്റ്റി ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മെഹ്റോളി അയൺ പില്ലർ, ഗുപ്ത ഡൈനാസ്റ്റി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഫീസേഴ്സ് വാസ് നോട്ട് ഹെൽഡ് ബൈ പോയസ്റ്റ് ഹരിസേന. അപ്പോൾ അഡ്മിനിസ്ട്രേഷനിൽ പല ഓഫീസേഴ്സ് പൊസിഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഹരിസേന
ഹെൽഡ് ചെയ്യാത്ത പോസ്റ്റ് നഗര ശ്രേഷ്ഠി അഥവാ ചീഫ് ബാങ്കറുടെ പോസ്റ്റ്. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്ന് നോക്കുമ്പോൾ സന്ധി വിഗ്രഹിക എന്ന് പറഞ്ഞു. അപ്പോൾ സന്ധി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി വരേണ്ടത് ഒരു യുദ്ധത്തിന് ശേഷമാക്കിയാലും രണ്ട് കൂട്ടരും സന്ധി ഒപ്പുവെക്കുക. അപ്പോൾ വാർ ആൻഡ് പീസ്. അപ്പോൾ ഓഫീസർ ഓഫ് വാർ ആൻഡ് പീസാണ് സന്ധി വിഗ്രഹിക. മഹാദണ്ഡനായക, അപ്പോൾ ഈ വാക്ക് വരുമ്പോൾ ദണ്ഡന എന്ന് പറയുമ്പോൾ ശിക്ഷ എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ മഹാദണ്ഡനായക ശിക്ഷ കൊടുക്കുന്ന ആൾ. മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസ് എന്നുള്ള അർത്ഥത്തിലാണ് മഹാദണ്ഡനായക. കുമാര ആമത്യ എന്നുള്ളതാണ് ഏറ്റവും പവർഫുൾ പോസ്റ്റ്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോസ്റ്റ്. ഫാസിയാൻ ബിഗാൻ ഹിസ് ജേർണി ബാക്ക് ഹോം. അപ്പോൾ ഒരു ചൈനീസ് റൂളറാണ്, ഫസ്റ്റ് ചൈനീസ് റൂളർ ടു വിസിറ്റ് ഗുപ്ത ഡൈനാസ്റ്റി. സ്റ്റാർട്ട് ഹിസ് ജേർണി ബാക്ക് ഹോം, ചൈനയിലേക്ക് തിരിച്ച്. ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്? ബംഗാൾ. അതായത് ഫാഹിയാൻ എന്നുള്ളത് ഒരു ചൈനീസ് ട്രാവലർ ആയിരുന്നു. അദ്ദേഹം ചൈനയിലേക്ക് തിരിച്ചു പോകാനുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ബംഗാളിൽ വെച്ചിട്ടാണ്. സമുദ്രഗുപ്താസ് മദർ ബിലോങ്ഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ഗണ? ഏത് ട്രൈബിലാണ് പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. സമുദ്രഗുപ്താസ് മദർ, അതായത് സമുദ്രഗുപ്തൻ്റെ അച്ഛൻ ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചന്ദ്രഗുപ്ത ഫസ്റ്റിൻ്റെ ഭാര്യ ആരായിരുന്നു? അതിൽ സമുദ്രഗുപ്തൻ്റെ അമ്മ. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ലിച്ഛവിയാണ് ആൻസർ വരുന്നത് ലിച്ഛവി. അതായത് ചന്ദ്രഗുപ്ത ഫസ്റ്റ് ഒരു ക്ഷത്രിയ ക്ലാനിൽ, സ്വാഭാവികമായും ക്ഷത്രിയ ക്ലാനിൽ പെടുന്ന കുമാരദേവീനെ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു. കുമാരദേവി എന്ന് പറയുന്നത് നമ്മളെ വജ്ജി ജനപദയിൽ ഉൾപ്പെടുന്ന ഒരുപാട് ക്ലാനുകളുണ്ട്, 6-1. അപ്പോൾ അതിലൊന്നാണ് ലിച്ഛവി ക്ലാന്. അതിലെ കുമാരദേവിയുടെ മകനാണ് സമുദ്രഗുപ്താസ് മദർ ബിലോങ്ഡ് ടു ലിച്ഛവി ഗണ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈറ്റിൽ വാസ് ഹെൽഡ് ബൈ സമുദ്രഗുപ്ത, റൂളർ ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി? അപ്പോൾ കവിരാജ. In the context of Gupta administration, the term Vidhi referred to dash. Elephantary unit, അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആണ് ആൻസർ. അപ്പോൾ ഗുപ്ത അഡ്മിനിസ്ട്രേഷനിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനാണ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് മുഴുവൻ, സെൻറ്ററിൽ നിന്ന് മുഴുവൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാതെ അത് താഴേക്ക് ഡീസെൻട്രലൈസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം ബുക്തീസ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ചീഫിൻ്റെ പേരുണ്ടായിരുന്നു, പിന്നെ വിഷയാസ്, വിത്തീസ്, വില്ലേജസ്. അപ്പോൾ ഇതിൽ ഈ വിധി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റാണ്. ആണ് നഗർപതി എന്ന് പറയുന്ന നഗർപതി, അതാണ് ചീഫിൻ്റെ പേര്. ഗുപ്ത എംപയറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ കഴിഞ്ഞു. അതിലൊരു ചെറിയ വകടക ഡൈനസ്റ്റിയെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു.